മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ തിങ്കളാഴ്ച ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടത്. എന്തിനാ ഇത്രയും അധികം ധർമ്മശാസ്ത്രങ്ങള്, എന്തിനാ ഇത്രയും അധികം സ്മൃതികള്? ഒരു ധർമ്മശാസ്ത്രം പോലെ, ഒരു സ്മൃതി പോലെ. ഇവരോട് എല്ലാവരോടും, ഈ ചോദ്യം ചോദിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, ഒരു പ്രത്യേക കാലഘട്ടത്തില് എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെ എല്ലാ വിവരണങ്ങളും എല്ലാ കാലഘട്ടത്തിലേക്കും ആപ്ലിക്കബിൾ ആവില്ല. ഒരു പ്രത്യേക ദേശത്തിലിരുന്നു കൊണ്ട് എഴുതിയിരിക്കുന്ന ധാർമ്മിക കാര്യങ്ങള് മറ്റെല്ലാ ദേശക്കാർക്കും ആപ്ലിക്കബിൾ പൂർണ്ണമായിട്ടും ആവണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥം സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാം? പല ഗ്രന്ഥങ്ങൾ വേണം, പല ആചാര്യന്മാർ എഴുതിയത് വേണം, പല കാലഘട്ടത്തിൽ എഴുതിയത് വേണം, പല വിഷയത്തെ കുറിച്ച് എഴുതിയത് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1982, 83, 84 കാലയളവ് വരെ ഭാരത ഭരണഘടനയിലെ കമ്പ്യൂട്ടറിനെ കുറിച്ച് വിവരിക്കുന്ന നിയമാവലികൾ ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ല, കമ്പ്യൂട്ടറിനെ കുറിച്ച് ഉപയോഗിക്കുന്ന നിയമാവലികൾ ഒന്നുമില്ല. പിന്നീട് കമ്പ്യൂട്ടർ വന്നു, കമ്പ്യൂട്ടറിന്റെ പ്രയോഗം വന്നു, കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട ധാരാളം നിയമവശങ്ങൾ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വന്നു. അപ്പൊ ആ നിയമങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു. ഗ്രന്ഥങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ധാരാളം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് സ്വതന്ത്രമായി അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ആചാരങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. മറ്റു മതക്കാർക്കുള്ളത് മാതിരിയല്ല. നമുക്ക് ആചാരങ്ങൾ തെറ്റിച്ചാൽ നരകത്തിലേക്കൊന്നും പോവില്ല. ആചാരങ്ങളുടെ ഉദ്ദേശം ഞാൻ സൂചിപ്പിക്കേണ്ടായി. ആചാരാത് ലഭതേഹ്യായു ആചാരാത് ധനമക്ഷയം ആചാരാത് ലഭതേ സുപ്രജ ആചാരോ ഹന്ത്യലക്ഷണം. ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ് ആചാരങ്ങൾ. ആചാരങ്ങൾ അനുഷ്ഠിക്കാതെ വരുമ്പോൾ ഈശ്വര കോപം ഉണ്ടാവും. അതൊക്കെ നമ്മളെ ആചാരങ്ങൾ അനുഷ്ഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ്. ശരിക്കും ഈശ്വര കോപമൊന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ പുതിയ ആചാരങ്ങള്, അതിന്റെ മോഡിഫിക്കേഷൻസ്, ഇതെല്ലാം വരുത്താൻ നമ്മളുടെ പൂർവിക ആചാര്യന്മാർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നല്ലവണ്ണം പഠിച്ചവര് അവരുടെ ചിന്തകളെല്ലാം ഓരോ പുസ്തകങ്ങളായിട്ട് എഴുതിയത് കൊണ്ട് നമുക്ക് കാണാം. യജ്ഞവൽക്യ സ്മൃതിയുണ്ട്, പരാശര സ്മൃതിയുണ്ട്, വസിഷ്ഠ സ്മൃതിയുണ്ട്, വ്യാസസ്മൃതിയുണ്ട്, പിന്നെ ബൃഹത് വസിഷ്ഠ സ്മൃതിയുണ്ട്, ലഘു വസിഷ്ഠ സ്മൃതിയുണ്ട്, അത്രി സ്മൃതിയുണ്ട്, ലഘുമാനവ സ്മൃതിയുണ്ട്, പിന്നെയുണ്ട് അഗസ്ത്യ സ്മൃതിയുണ്ട്. ധാരാളം. എന്താ ഇത്രയും പുസ്തകം ഉണ്ടാവാൻ കാരണം? ചിന്തകൾക്ക് വിലങ്ങ് വെക്കാതിരിക്കുകയാണെങ്കിൽ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കും. ആ ചിന്തകൾ സ്വതന്ത്രമായിട്ട് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അത് ഗ്രന്ഥരൂപത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യും. അത് രാജാക്കന്മാരും ഭരണാധികാരികളും എതിർക്കുന്നില്ല എങ്കിൽ അത് അനുസരിക്കാനുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഓരോ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും സൗകര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം അനുസരിച്ച് വ്യത്യസ്ത രീതിയിലും ഒരേ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഒരേ അനുഷ്ഠാനത്തെ കുറിച്ച് തന്നെ പല രീതിയിൽ പല ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമാണ്. റോസാപ്പൂവിനെ കുറിച്ച് ഒരാളോട് വിവരിക്കാൻ പറഞ്ഞാൽ പലരും പല രീതിയിലായിരിക്കും റോസാപ്പൂവിനെ കുറിച്ച് വിവരിക്കാം. അതേപോലെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ ധാർമ്മിക മൂല്യങ്ങള് ജീവിതത്തിൽ പകർത്തുന്നതിനെ കുറിച്ച് നമ്മളുടെ ആചാര്യന്മാര്, ഭാരതീയ ആചാര്യന്മാര് ചിന്തിച്ചത്, സ്വതന്ത്രമായി ചിന്തിക്കാൻ ഉള്ള ഒരു എൻവയോൺമെന്റ്, ചുറ്റുപാട്, അന്തരീക്ഷം നിലനിന്നിരുന്നത് കൊണ്ട് അത് മുഴുവനും അവർ സ്വതന്ത്രമായി ഗുണദോഷങ്ങളോടുകൂടി വിവരിച്ചതിന് ശേഷം ഗ്രന്ഥങ്ങളിലാക്കി, സ്മൃതി ഗ്രന്ഥങ്ങൾ അഥവാ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാക്കി നമ്മുടെ മുമ്പിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വീകരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ കുംഭീപാത നരകത്തിൽ പോകുമെന്നോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കണ്ട.
ഇവൻ ഭഗവത്ഗീത മുഴുവനും ഉപദേശിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞത്? വിമൃശ്യേതശേഷേണ യഥേച്ഛസി തഥാ കുരു. വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് നിനക്കേത് ശരിയെന്ന് തോന്നുന്നു അത് സ്വീകരിക്കാം. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയവരും അതുപോലെ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നിങ്ങളെല്ലാവരും ഓർമ്മിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. നമ്മളുടെ ആചാരങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് നമ്മളുടെ ആചാര്യന്മാര്, അനവധി ആചാര്യന്മാര് അനവധി ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതി നമ്മൾക്ക് സമർപ്പിച്ചപ്പോൾ ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥസമൂഹം എന്ന് പറയുന്നത് കൽപ്പശാസ്ത്രം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. അതിൽ ശ്രൗതസൂത്രങ്ങളുണ്ട്, അതുപോലെ ശുൽപസൂത്രങ്ങളുണ്ട്, ഇപ്പോഴത്തെ പിതൃമേധ സൂത്രങ്ങളുണ്ട്, ഇപ്പൊ വിവരിച്ച ധർമ്മശാസ്ത്ര വിവരണങ്ങളുണ്ട്. ഈ ധർമ്മശാസ്ത്രമാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. വേദങ്ങളല്ല ഭാരതത്തെ ഭാരതമാക്കിയത്. കാരണം വേദങ്ങൾ എല്ലാവരും പഠിച്ചിട്ടില്ല. വേദങ്ങൾ അറിയാവുന്നവർ കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മശാസ്ത്രം അറിയാത്തവരാരും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണക്കാരായ ഗോത്രവർഗക്കാര് മുതൽക്ക് അസാമാന്യ പണ്ഡിതരു വരെ ഈ ധർമ്മശാസ്ത്രങ്ങൾ ഉദാഹരണ സഹിതം പഠിച്ചിരുന്നു. ആ ധർമ്മശാസ്ത്രങ്ങളുടെ മൂല്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വാക്കിലൂടെ പറയാം. മഹാഭാരതം മുഴുവനും ധർമ്മത്തിന്റെ വിജയത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. രാമായണം മുഴുവനും ധാർമ്മിക മൂല്യങ്ങളുടെ വിജയത്തെ വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അതിന് എന്താ പറയുക? നമ്മൾ അപ്ലൈഡ് ധർമ്മശാസ്ത്ര എന്ന് പറയാം. കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി, ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് പറയുന്ന പോലെ അപ്ലൈഡ് ധർമ്മശാസ്ത്ര എന്ന് പറയാൻ കാരണം എന്താണ്? ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഇതാണ് യഥാർത്ഥത്തില് രണ്ട് ഇതിഹാസങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ പൂർവികാചാര്യന്മാര് നൽകിയിരിക്കുന്നത്. ഓർമ്മിക്കാം, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളില്ലാതെ ഭാരതമില്ല. നിർഭാഗ്യവശാൽ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നൽകുന്നു കളിക്കാനുള്ള സ്വാതന്ത്ര്യം. വീട് തോറും